ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സാംസങ് ഡിവൈസുകൾക്ക്, അതായത് S25 S24 സീരീസുകൾക്കൊക്കെ അവരുടെ ഒക്ടോബറത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് റിലീസ് ആയിട്ടുണ്ട്. S23 എനിക്ക് അറിയില്ലടാ, ഞാൻ നോക്കിയിരുന്നില്ല. S23 അപ്ഡേറ്റ് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഇത്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. S23 യൂസർ ആണെങ്കിൽ, അൾട്രാ യൂസർ ഒക്കെ ആണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്ഡേറ്റ് വരുന്നിരിക്കാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ ആദ്യം റിലീസ് ചെയ്തേക്കുന്നത് S25 S24 സീരീസുകൾക്കാണ്. അപ്പോൾ എൻ്റെ S24 അൾട്രയിൽ നമുക്ക് ഓൾറെഡി അപ്ഡേറ്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക, ഫീച്ചേഴ്സ് എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ക്യുക്കായിട്ട് തന്നെ പറഞ്ഞു പോവാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൽ നമുക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. നമ്മളതിൽ ഡീൽസുകളും ലിങ്ക്സുകളും ഒക്കെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 500 MB സൈസ് തന്നെ വരാറുള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ സാംസങ്ങിൻ്റെ നോർമലി സെക്യൂരിറ്റി വെച്ച് അപ്ഡേറ്റ് ആയ ഓൾമോസ്റ്റ് ഈ റേഞ്ച് തന്നെ വരാറ്. അതേ റേഞ്ച് തന്നെ ഇപ്പോഴും ഉള്ളൂ. ഒക്ടോബറിൽ സെക്യൂരിറ്റി വെച്ച് അപ്ഡേറ്റ് ആയി. ഇതാണ് അപ്ഡേറ്റിൻ്റെ ആ സംഭവം. ഡീറ്റെയിൽഡ് സംഭവങ്ങൾ ഞാൻ സ്ക്രീൻഷോട്ട് അല്ല, നമ്മളെന്താ പറയുക, ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കാം. കണ്ടോ, ഇതിൽ എക്സ്ട്രാ ഫീച്ചേഴ്സോ സംഭവമൊന്നും ആഡ് ആയിട്ടില്ല. പക്ഷേ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലത്തെ സെക്യൂരിറ്റി ഇമ്പ്രൂവ്മെൻ്റ് അവർ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇമ്പ്രൂവ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ സെക്യൂരിറ്റി സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബഗ്ഗുകളും ലീക്സുകളും ഒക്കെ ഉണ്ടാകുന്ന സാധനം കുറേ ഫിക്സേഷനും അതുപോലെ തന്നെ കുറേ അപ്ഗ്രഡേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൈമറി ഡിവൈസൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ, പ്രത്യേകിച്ച് ഓൺലൈൻ സംഭവങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ റെക്കമെൻഡ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സാംസങ്ങിൻ്റെ S23 സീരീസിൻ്റെ താഴെയുള്ളവർക്കൊക്കെ നോർമലി S24 S25 അതേപോലെ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും റിപ്പോർട്ട് ആയിട്ടില്ല. അപ്പോൾ അപ്ഡേഷൻ വലിയ പ്രോബ്ലം ഇല്ല. എൻ്റെയും S24 അൾട്ര തന്നെയാണ്. പക്ഷേ S23 സീരീസ് തൊട്ട് താഴെയുള്ളവർക്കൊക്കെ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നത് പറയുന്നില്ല. എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എപ്പോഴാണ് ഗ്രീൻ ലൈൻ വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ S25 യൂസർ ആണെങ്കിലും S24 യൂസർ ആണെങ്കിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇഷ്യൂസ് ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഇത്രയും കാലമായിട്ട് ഈ രണ്ട് സീരീസുകൾക്കും ഗ്രീൻ ലൈൻ ഇഷ്യൂ റിപ്പോർട്ട് ആയിട്ടില്ല. അത് ഗ്രീൻ ലൈനാണ്. കുറേ പേരുടെ ഡിസ്പ്ലേ അടിച്ച് പോയിട്ട് അല്ലെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിട്ട് എന്താ പറയുക, വൈറ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് സോഫ്റ്റ്വെയർ ബേസ് നമ്മുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂ ആ സെയിം ഇഷ്യൂ അല്ലാട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വൈഡ്ലി റിപ്പോർട്ട് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇനി ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ ആക്ച്വലി ഇവരുടെ കമ്മ്യൂണിറ്റി ടീമായിട്ട് ചാറ്റിംഗ് ആണെങ്കിൽ ചെയ്തിട്ടുണ്ട്. അതൊന്നും അറിയുന്ന പോലെ തന്നെ ഞാൻ ഓൾറെഡി നമ്മുടെ സാംസങ് കമ്മ്യൂണിറ്റി മെമ്പറൊക്കെയാണ്. അതുപോലെ തന്നെ ഞാൻ അറിയാവുന്ന പോലെ തന്നെ ഞാൻ സ്ക്രാച്ച് ചാറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചാറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ആക്ച്വലി വരാൻ ചാൻസ് കുറവാണെന്നാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ ഇത് ഒന്നാമത് നിങ്ങളുടെ ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ ഏത് ബാച്ചിലാണ് ഇത് മെയ്ഡ് ചെയ്തത് അതൊക്കെ അനുസരിച്ചിരിക്കുമെന്ന്. പക്ഷേ S23 സീരീസ് തൊട്ടിട്ട് ഇവരെ എന്താ പറയുക, സ്ക്രീൻ അപ്ഡേഷൻ എന്തോ നടന്നിട്ടുണ്ട്. ആ ബാച്ച് മാറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ടായിരിക്കാം ഞാനും ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ എന്താ പറയുക, ഇത്രയും കാലമായിട്ട് S24 സീരീസുകൾക്ക് ഇതുപോലെ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ റിപ്പോർട്ട് ആവാന്നത്. പിന്നെ S25 എന്തായാലും പുതിയതാണ്. അപ്പോൾ എന്തായാലും സമയമായിട്ടില്ല. എന്തായാലും ചാൻസ് കുറവാണ്. എന്താ വെച്ചാൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ സാംസങ് അടപടലം ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. ഓൾറെഡി ഇപ്പോൾ അവരുടെ ഭയങ്കരമായിട്ട് എല്ലാ ഷെയറൊക്കെ ഇടിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫിക്സ് ചെയ്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എന്തായാലും S23 സീരീസുകൾക്ക് എന്തായാലും അങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഓൾറെഡി പഴയ മോഡലാണ്. അപ്പോൾ ഇനി എന്തായാലും പുതിയ ഡിവൈസുകൾക്ക് വരാൻ ചാൻസ് കുറവാണ് കേട്ടോ. പറയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യുക്ക് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ്. പക്ഷേ ഞാൻ ഇതിൽ ബഗ്സോ സംഭവങ്ങളൊന്നും ഫേസ് ചെയ്തിട്ടില്ല. ഒരു ഇഷ്യൂസും ഇല്ല. പണ്ടത്തെ പോലെ തന്നെ പെർഫോമൻസിലോ ഡ്രോപ്പ് ഉണ്ടായിട്ടില്ല, ക്യാമറയിലും ഡൗൺഗ്രേഡ് ഉണ്ടായിട്ടില്ല, അതുപോലെ തന്നെ പെർഫോമൻസിലായാലും ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. സ്മൂത്തായിട്ട് തന്നെ അത് പണ്ടത്തെ പോലെ തന്നെ സ്മൂത്തായിട്ട് തന്നെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഇഷ്യൂസും ഇല്ല. എന്തായാലും സംഭവങ്ങളൊക്കെ അപ്ഡേഷൻ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇതുപോലെ ഈ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സാംസങ് സ്റ്റോറിൽ പോയിട്ട് അവരുടെ ഒഫീഷ്യൽ കുറേ ആപ്സുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്, എന്താ പറയുക, മോഡ്യൂൾസുകളൊക്കെ ഉണ്ട്. അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. എന്ന് വെച്ചാൽ കുറേ പേര് അത് ചെയ്യുന്നില്ല. അതെന്താ സംഭവം ഞാൻ കാണിച്ചു തരാം. അവിടെ സാംസങ് സ്റ്റോറിന്നല്ല, വെറുതെ സ്റ്റോറിന്ന് ഉണ്ടാവുള്ളൂ. ഈ ചുമ്മാ ഈ സ്റ്റോറിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ സാധനം കണ്ടുള്ളൂ. ഇതിൽ പോയിട്ട് നിങ്ങളുടെ മൈ ഗാലക്സിയിൽ പോയി കഴിഞ്ഞാൽ ഈ സൈഡിൽ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ്സ് തന്നെ കാണാൻ കണ്ടോ. അതിൽ പോയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എൻ്റെ എല്ലാ അപ്ഡേറ്റാണ്. അപ്പോൾ ഈ 6M അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഈ സാധനം ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു S25 S24 യൂസർ ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്തോടെ ധൈര്യമായിട്ട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് കുറവാണ് കേട്ടോ.
അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിട്ടാ. അപ്പം നമ്മുടെ 2 മെയിൻ ചാനൽസും കാണാത്ത പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ചെല്ലുക, ഒന്ന് ഷെയർ ചെയ്യുക മറക്കണ്ട. ബൈ.